കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യാപകമായ രീതിയിൽ വ്യക്തിബന്ധം കാത്തുസൂക്ഷിച്ച ഒരാളായിരുന്നു സീതാറാം യെച്ചൂരി. അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും അടുത്ത സുഹൃത്തായ പ്രൊഫസർ കെ.വി. തോമസ് നമ്മോടൊപ്പം ചേരുകയാണ്. പക്ഷേ സാധാരണ നമ്മൾ ഈ നികത്താനാവാത്ത നഷ്ടം എന്നൊക്കെ ഒരാൾ മരിച്ചു കഴിയുമ്പോൾ പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യ കാണുന്നത് യഥാർത്ഥത്തിലുള്ള നികത്താനാവാത്ത നഷ്ടം തന്നെയായിരുന്നു. യെച്ചൂരിയുടെ വേർപാട് ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ക്ഷീണം തന്നെയാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് 84 മുതലാണ്. യെച്ചൂരിക്ക് എല്ലാവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. മാത്രമല്ല സ്വതന്ത്രമായിട്ട് അദ്ദേഹത്തിന് എല്ലാവരും സംസാരിക്കാൻ കഴിയും. മാത്രമല്ല BJPക്കെതിരായുള്ള ഒരു പടനീക്കം വന്നപ്പോൾ വളരെ തന്മയത്വത്തോടു കൂടി അതിനെ നയിച്ചത് യെച്ചൂരിയാണ്. സോണിയാജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവിടെ പോയി കാപ്പി ഇപ്പോൾ ഓർക്കുന്നുണ്ട് ഈ അഹമ്മദിൻ്റെ മരണം ഉണ്ടായ സമയത്ത് സോണിയാഗാന്ധി എത്തിയിട്ട് ആദ്യം വിളിക്കാൻ പറയുന്നത് യെച്ചൂരിയാണ്. ഞങ്ങളൊക്കെ അവിടെയുണ്ട്. യെച്ചൂരിയും മാഡവുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. മാത്രമല്ല രാഹുൽ ഗാന്ധി അദ്ദേഹത്തിന് ഗൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാര്യം ആ ഗൈഡിനെ രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഗതികേട് കോൺഗ്രസിന് വരുമായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വേർപാട് ഇന്ത്യ സഖ്യത്തിന് തന്നെ വലിയ ക്ഷീണമാണ്. അപ്പോൾ ഈ യെച്ചൂരി ഞാൻ ചോദ്യം ചോദിച്ചു, ഇത് എങ്ങനെ ഈ മുന്നണിയിൽ ഇങ്ങനെ CPM-ന് എന്ത് ലാഭം കിട്ടും, രാഷ്ട്രീയ ലാഭം ഉണ്ടല്ലോ എല്ലാ കാര്യം. അദ്ദേഹം പറഞ്ഞ മാഷെ നഷ്ടമല്ല, നമുക്ക് BJPയോട് യോജിക്കാൻ കഴിയില്ല, അവരെ നയിക്കുന്നത് RSS ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മുന്നേറ്റം വരുമ്പോൾ ചില നഷ്ടങ്ങളൊക്കെ വരും. മാഷ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. കേരളത്തിൽ പ്രത്യേകിച്ച് വയനാട് വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. അന്ന് അദ്ദേഹമൊക്കെ രാഹുൽ ഗാന്ധിയോട് കേരളത്തിന് പുറത്ത് മത്സരിക്കാൻ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു. അവിടെ ഏറ്റുമുട്ടുന്നത് ഒരു ഭാഗത്ത് LDF-ഉം മറുഭാഗത്ത് UDF-ഉം. പക്ഷേ വ്യക്തതയുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഞാൻ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇതേ ചോദ്യം ഞാൻ യെച്ചൂരിക്ക് രാഹുൽ ഗാന്ധി വയനാട് വന്ന് മത്സരിക്കുന്നതിൽ എതിർപ്പുണ്ടായിരുന്നു. അത് അവിടെ വേണ്ടായിരുന്നു. അതാ പ്രശ്നം. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസും CPIM ഉൾപ്പെടുന്ന ഒരു മുന്നണി നീങ്ങുമ്പോൾ, BJPക്ക് നീങ്ങുമ്പോൾ എന്തിനാണ് കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്? അത് അദ്ദേഹത്തിൻ്റെ. മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ അപക്വതയെക്കുറിച്ച് പല ഞാൻ സംസാരിച്ചു. ഇപ്പോൾ കേരളത്തിൽ വന്നാൽ പിണറായി വിജയനെതിരായിട്ട് അനാവശ്യമായ ക്രിറ്റിസിസം വരും, ആക്ഷേപകരമായ മറ്റു ക്രിറ്റിസിസം വരും. ഞാൻ പറഞ്ഞു അയാൾ ഇവിടെ വന്നിട്ട് പറയുന്നത് എന്തിനാ? അപ്പോൾ അതൊരു ശരിയല്ലല്ലോ നമ്മുടെ ഒരു മുന്നണിയിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അദ്ദേഹം അതാണ് രാഹുൽ ഗാന്ധി, അത് വെച്ച് വേണം നമുക്ക് മുന്നോട്ട്. എന്നോട് തന്നെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അതാണ് സ്നേഹമുള്ളയാളാണ്. ഇവിടെ യെച്ചൂരി ജീവിച്ചിരുന്നെങ്കിൽ രാഹുലിൻ്റെ പിൻഗാമിയായി പ്രിയങ്കയും വയനാട് വരുന്നതിൽ തടയുമായിരുന്നു അങ്ങേക്ക് തോന്നുന്നുണ്ടോ? തടയാൻ ശ്രമിക്കുമായിരുന്നു, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ പിന്നെ യെച്ചൂരി വിചാരിച്ചാലൊന്നും അവരെ തടയാൻ, അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടിലാണ് അവർ നിൽക്കുന്നത്. കേരളത്തിൽ CPM തകരട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ദേശീയ കോൺഗ്രസിന് ആ നിലപാട് തന്നെയാണ്. പക്ഷേ യെച്ചൂരിക്കുള്ള പ്രശ്നം അദ്ദേഹത്തിന് വ്യക്തതയുണ്ട്. പിന്നെ ഒരു നല്ല സ്നേഹിതരാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഒരിക്കലും എന്നോട് ചോദിച്ചു, മാഷ്ക്ക് ഞങ്ങളുടെ കൂടെ വന്നതിൽ വലിയ വിഷമമുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു തീരുമാനം എടുത്തല്ലേ വന്നത്, ഞാൻ CPM-ൽ ചേർന്നില്ല. കെ.വി. തോമസ് യെച്ചൂരിയെ കാണുന്നു എന്നുള്ളത് തന്നെ ആദ്യകാലത്ത് വലിയ വാർത്തയായിരുന്നു. അത് ഞങ്ങൾ ഇത്ര സുഹൃത്തുക്കളായിരുന്നു. യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ മുന്നണി കുറേ കൂടി ഫലപ്രദമായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ വൈസ് പ്രസിഡൻ്റ് ഇലക്ഷൻ കഴിഞ്ഞില്ല. വൈസ് പ്രസിഡൻ്റ് ഇലക്ഷൻ്റെ പരാജയം ചെറുതല്ല. 15 MP-മാർ മാറി വോട്ട് ചെയ്തു, 15 പേര് പിന്നെ തെറ്റിച്ച് വോട്ട് ചെയ്തു. അങ്ങനെയുള്ള വോട്ടേഴ്സ് മനഃപൂർവ്വം തെറ്റിച്ചല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം യെച്ചൂരി ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല. യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ ധൻഖറിൻ്റെ കാര്യത്തിലൊക്കെ വ്യക്തത പറയും. ധൻഖർ വ്യക്തമായ തീരുമാനമെടുത്തതാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും മാധ്യമങ്ങൾ പോലും നമ്മുടെ പ്രധാനമന്ത്രി ഏകാധിപതിയായി മാറുന്നുവെന്ന് പറയാൻ ഉള്ള ആശങ്കയുണ്ടെന്ന്. സത്യത്തിൽ അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യത്തിലെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടമാണ് ഞാൻ കാണുന്നത്. യെച്ചൂരിക്കൊരു സ്വാധീനമുണ്ടായിരുന്നു. അത് സോണിയാജിയുടെ അടുത്താണെങ്കിലും രാഹുൽ ഗാന്ധിയുടെ അടുത്താണെങ്കിലും പ്രിയങ്കയുടെ അടുത്താണെങ്കിലും. കാരണം രാഷ്ട്രീയമായ ഒരു വലിയ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിക്കകത്ത് പോലും ചിലപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ട് കാണും. കാരണം ഒരു ഭാഗത്ത് കോൺഗ്രസുമായിട്ട് കേരളത്തിൽ എതിർക്കുന്നു, അവിടെയാണ് CPM പിടിച്ചു നിൽക്കേണ്ടത്. അതേ CPM തന്നെ കേരളത്തിന് പുറത്ത് കോൺഗ്രസിന് കൈകോർക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ വ്യക്തമായൊരു മറുപടി പറയാൻ കഴിയുന്ന ഒരാൾ യെച്ചൂരി തന്നെയാണ്.
ഏതായാലും കെ വി തോമസിൻ്റെ വാക്കുകൾ ഒന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ ഈ യെച്ചൂരിയുടെ ഒരു നഷ്ടം എന്ന് പറയുന്നത് ഈ ജനാധിപത്യ ബോധത്തിൻ്റെ ആ ഒരു കൂട്ടായ്മയുടെ ഒരു വർഷം നഷ്ടമായിരിക്കുകയാണ്. യെച്ചൂരി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ സഖ്യം ഇന്നത്തെ പോലെയല്ല, കൂടുതൽ മെച്ചപ്പെട്ട ഒരു മികവോടെ പ്രവർത്തിക്കേണ്ട ഒരു കാലമായിരുന്നു എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഹരി മുണ്ടൂറിനൊപ്പം ഡി ധനസുമോദ്, മീഡിയ 1, ഡൽഹി.